നമസ്കാരം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെനാക്കോൺ റാപ്പിഡ് വാൾ നിങ്ങളിപ്പോ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ എല്ലാവിടെയും കാണുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതാ ഇങ്ങനത്തെ പാനൽസ് ആണ് വരുന്നത്. അത് റെസിഡൻഷ്യൽ പ്രൊജക്ടിനാവട്ടെ കൊമേഴ്ഷ്യൽ പ്രൊജക്ടിനാവട്ടെ ഒരുപാട് രീതിയിൽ അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് പറവട്ടാനിക്ക് അടുത്ത്, തൃശ്ശൂർ പറവട്ടാനിക്ക് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ബിൽഡിംഗ് ആണ്. നമ്മളൊരു ബ്രിക്സും പിന്നെ പാനൽസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ്. ഒരു 5 അടി വരെയൊക്കെ ഹൈറ്റിൽ സിമെൻറ്റ് ബ്രിക്ക് വെച്ച് പണിതിട്ടുള്ള ചുമരുകളുണ്ട്, പൂർണ്ണമായും പാനലിൽ ചെയ്തിട്ടുള്ള ചുമരുകളുണ്ട്. ഈ 5 അടിക്ക് മുകളിൽ ഫുൾ പാനൽ, അതായത് ഒരു 10 അടി ഹൈറ്റിൽ ഫുൾ പാനൽസ് വെച്ചിട്ടും ഇവിടെ പാർട്ടീഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 7 അടി 8 അടി ഇങ്ങനെ പല ഹൈറ്റിലൊക്കെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ പാനലുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാനൽസ് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് നമുക്കൊരു ഡാമേജും കൂടാതെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 90% ഡാമേജ് ഇല്ലാതെ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. അത് ഇതുപോലെ ഉള്ള ചുമരുപണിക്ക് റെനാക്കോൺ റാപ്പിഡ് വാൾസ് ഉപയോഗിക്കുമ്പോഴത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ നമ്മൾ കൂടുതലും അങ്ങനെ പൊളിച്ചു മാറ്റലൊന്നും ചെയ്യില്ലല്ലോ. ഈവൺ അങ്ങനത്തെ ചുമരുകൾക്കാണെങ്കിലും റെനാക്കോൺ റാപ്പിഡ് വാൾ ഒരു ബെസ്റ്റ് ചോയ്സാണ്. ഏറ്റവും പെട്ടെന്നുള്ള ഇൻസ്റ്റാളേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിന് വെയിറ്റ് കുറവാണ്, ഫിനിഷിങ് വർക്കുകളൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ജോയിൻസ് തന്നെ പുട്ടിയിട്ട് പോയിൻ്റ് ചെയ്ത് വന്നാൽ തന്നെ ഫിനിഷിംഗ് ആയി. പിന്നെ കുറച്ചും കൂടി നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കണമെങ്കിൽ മാത്രം അതിൻ്റെ മുകളിൽ കൂടെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്താൽ മതി. ഈവൺ അതാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഒരുപാട് ലെയർ പുട്ടിയിടേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സിംഗിൾ കോട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു റെനോവേഷൻ വർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സ്ട്രക്ചറാണ് വരുന്നത്, പില്ലർ കോളത്തിലൊക്കെ വരുന്ന ഒരു കെട്ടിടം വരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടാണ് ഇതിൻ്റെ ചുമരുകൾ തിരിക്കാനായിട്ട്. അതിപ്പോൾ ഇന്നർ പാർട്ടീഷൻസ് ആവട്ടെ അല്ലെങ്കിൽ ഔട്ടറിലുള്ള ചുമരാവട്ടെ, ഏതാണെങ്കിലും നമുക്ക് റെനാക്കോൺ റാപ്പിഡ് വാൾസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. റെനാക്കോൺ റാപ്പിഡ് വാൾസിൻ്റെ തിക്നെസ് വരുന്നത് 2 ഇഞ്ചിലും 3 ഇഞ്ചിലുമാണ്. നമുക്ക് ഹൈറ്റ് 8 അടി 9 അടി 10 അടി, എക്സാക്ട്ലി പറയാനാണെങ്കിൽ 3 മീറ്റർ, പിന്നെ 290 270 ഇങ്ങനത്തെ അളവുകളിലാണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത്. 2 അടിയാണ് അത്, സ്റ്റാൻഡേർഡ് ആണ്. 2 അടി വിത്താണ് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള പാനൽസിനും വരുന്നത്. ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് C ചാനലും J ചാനലും കൊടുത്ത് ഇതിനകത്തേക്ക് ഈ പാനലുകൾ തള്ളി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് പൂർണ്ണമായും ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഈ പാനലിൻ്റെ ഇൻസ്റ്റാളേഷന് വരുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. നമ്മൾ കേരളത്തിലുടനീളം ഇതുപോലുള്ള വർക്കുകൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബേസായിട്ട് വരുന്നത് തൃശ്ശൂരാണ് എങ്കിൽ പോലും നിങ്ങൾക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആ രീതിയിലുള്ള ഫെസിലിറ്റിയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിൽ അത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും ചില വർക്കുകൾ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ അടുത്ത് എന്ന് പറയാറുണ്ട്. എങ്കിലും ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിൽ വന്ന് ബെസ്റ്റ് റേറ്റിന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വില എങ്ങനെയാണ്, എത്ര ദിവസം എടുക്കും, വർക്ക് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.